ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇത് ഞാനിന്നൊരു 5:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. ഇത്ര നേരത്തെ എണീറ്റ് എവിടെ പോകാമെന്നായിരിക്കും നിങ്ങളുടെ ചിന്ത അല്ലേ? അതെ, നമ്മൾ പാലക്കാട് പോവാണ്. ഒരു ചെറിയ ഔട്ടിങ്. ഹസ്ബൻഡിൻ്റെ നാട് പാലക്കാടാണ്, ഒറ്റപ്പാലം. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്കല്ല പോകുന്നത്, നമ്മൾ കുറച്ച് പ്ലേസ് കാണാൻ പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ റെഡിയായി ഞങ്ങൾ ഇറങ്ങി. നമ്മുടെ പുതിയ ഇന്നോവ കാറിലാണ് യാത്ര തിരിക്കുന്നത്. നമ്മളൊരു 6:30 ഒക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആലുവ പാലം എത്തിയിട്ടുണ്ട്. രാവിലെയുള്ള ഈ വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും മനോഹരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചാറ്റൽ മഴയും കൂടി ആകുമ്പോൾ ഞാൻ പറയണ്ടല്ലോ. വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. സോ നമ്മൾ ഫസ്റ്റ് പോകുന്നത് സിദ്ധി ശ്രീ വിനായക വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് മസാല ദോശയും ഗീ റോസ്റ്റായിരുന്നു. മറ്റുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിനേക്കാളും എനിക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ആയാലും എല്ലാം നല്ല ഫ്രഷ് ആൻഡ് ക്രിസ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതേ നമ്മൾ പാലക്കാടിലേക്കുള്ള യാത്ര തുടർന്നു. നമ്മളൊരു ഫോറസ്റ്റ് ഏരിയ വഴിയാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഉത്രാളിക്കാവും അതുപോലെ അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമൊക്കെ കണ്ടു കേട്ടോ. ഇതും ഇവിടുത്തെ ഒരു തട്ടകത്തെ അമ്പലം തന്നെയാണ്. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഇനിയുള്ള യാത്രകൾ ടൗണിൽ നിന്ന് കുറച്ചും കൂടെ ഗ്രാമഭംഗിയിലോട്ട് വന്നിരിക്കുന്നു. അതായത് കൊയ്യാനായിട്ട് നിൽക്കുന്ന നെൽക്കതിരുകളും തെങ്ങിൻ തോപ്പുകളും, അങ്ങനെ ശരിക്കും ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുമ്പോഴുള്ളൊരു ഫീലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മൾ പാലക്കാട് കോട്ടയിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അവിടെ പാർക്കിംഗ് ഫീ വരുന്നത് 30 റുപ്പീസാണ് കേട്ടോ. അങ്ങനെ കാർ പാർക്ക് ചെയ്ത് നമ്മൾ നടന്ന് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ് കേട്ടോ. കോട്ടയുടെ ഉള്ളിലേക്ക് കടക്കണമെങ്കിലും ഇവിടെ ഫീ ഉണ്ട്. ടിക്കറ്റ് എടുത്ത് പാലക്കാട് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കാണ്. പാലക്കാട് ഫോർട്ട് എന്ന് മാത്രമല്ല, ഇത് ടിപ്പൂസ് ഫോർട്ട് എന്നും അറിയപ്പെടും. ടിപ്പു സുൽത്താൻ്റെ കോട്ടയെന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. മൈസൂർ രാജാവായ ഹൈദരലിയാണ് 1766 ഈ ടിപ്പൂസ് ഫോർട്ട് പണിതത് കേട്ടോ. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്തു 1719. ഈ കാണുന്ന ഭാഗം ആക്ച്വലി ഒരു ജയിലാണ്. ആ കാണുന്ന ഒരു മതിൽക്കെട്ട് കണ്ടു, അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ജയിലാണ്. അതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല. നമ്മൾ നേരെ പോയത് ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ ആരെങ്കിലും അമ്പലം പണിയോ എന്നുള്ള ചിന്തയൊക്കെ എനിക്കുണ്ടായിരുന്നു. കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അത് കാണാനും. കാരണം ഇങ്ങനെ നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യില്ല ഒരു കോട്ടയുടെ ഉള്ളിൽ അമ്പലം എന്നുള്ളത്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ ചന്ദനവും തീർത്തും അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ശരിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി. അങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തിരിച്ചു കേട്ടോ. എവിടേക്കാണ് പോകുന്നതെന്നൊന്നും ആക്ച്വലി ഞങ്ങൾക്ക് 3 പേർക്ക് അറിയില്ല. പോകുന്ന വഴിക്ക് ഒരു പ്ലാൻ മനസ്സിൽ വരും, അവിടേക്ക് പോകും, അങ്ങനെയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ് കേട്ടോ. നെല്ലിയാമ്പതി പോകുന്ന വഴിയിൽ പോത്തുണ്ടി ഡാം കണ്ടു. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളായിട്ട് ട്രാവൽ ചെയ്യാൻ വന്നത് പാലക്കാടാണ്. നമ്മൾ പാലക്കാട് പോകുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതൊക്കെ പ്ലേസിലേക്കാണെന്ന് ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ടിപ്പു സുൽത്താൻ്റെ ഫോർട്ട് കണ്ടു. ഇപ്പോൾ നമ്മൾ പോകുന്നത് പോത്തുണ്ടി ഡാമിലേക്കാണ്. നെല്ലിയാമ്പതി അങ്ങനെ കുറച്ച് പ്ലേസിലേക്കൊക്കെ പോകും. അപ്പോൾ നമുക്ക് വഴിയെ അതെല്ലാം കാണാം കേട്ടോ. പക്ഷെ നമ്മൾ നെല്ലിയാമ്പതിയിൽ പോയി വന്നതിന് ശേഷം ഇവിടെ പോത്തുണ്ടി ഡാം കയറാമെന്നാണ് വിചാരിക്കണേ. സോ നമ്മൾ നേരെ നെല്ലിയാമ്പതിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഫൈനലി ഇതേ നമ്മൾ നെല്ലിയാമ്പതി എത്തിയിരിക്കുകയാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. ചെറിയ ചെറിയ നീരുറവകളും അതുപോലെ തന്നെ നെല്ലിയാമ്പതി ഡാമും ഒരുപാട് വ്യൂ പോയിൻറ്റ്സും എല്ലാം നമുക്ക് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റും. സോ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് കാർ പാർക്ക് ചെയ്തു. പക്ഷേ ആ ഏരിയ എന്ന് പറയുന്നത് കുറച്ചധികം കുരങ്ങന്മാരുള്ളതാണ്. അതായത് നമ്മൾ ഉപദ്രവിക്കാൻ ചാൻസസ് കൂടുതലുള്ള കുരങ്ങന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരുടെ ബാഗും ഫോണും അങ്ങനെയെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. സോ എനിക്കും അവിടെ അധികം നേരം നിൽക്കാനൊരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കയ്യിലും ബാഗുണ്ട്, നമ്മൾ ഉപദ്രവിക്കുമോ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് അതേ കോട ഇറങ്ങുന്ന ആ ഒരു ദൃശ്യം കണ്ടത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും എടുക്കാതെ പോകാനായിട്ട് മനസ്സനുവദിച്ചില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തോട്ടോ. നല്ല രസമുണ്ട് ഇവിടുത്തെ ഒരു
അറ്റ്മോസ്ഫിയർ കാണാനായിട്ട്. നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ വെയിലോ അങ്ങനത്തെ ഒരു ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഹൈ റേഞ്ച് കൂടുന്തോറും അവിടുത്തെ തണുപ്പിൻ്റെ ഇത് കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. സോ ഇങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ തട്ടുകട, ചെറിയ ചെറിയ ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അതും മെയിനായിട്ട് നമ്മൾ കാണാൻ പോകുന്ന വ്യൂ പോയിൻറ്റ്സിലോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ KSRTCയുടെ തന്നെ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ വണ്ടിയൊക്കെ കണ്ടു കേട്ടോ. പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ റോഡുകളൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. വലിയ റെസ്റ്റോറൻ്റ് എന്നുള്ള ഒരു തട്ടുകട വൈബായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്നുണ്ടാക്കിയ ബിരിയാണിയും ചോറൊക്കെ ആയിരുന്നു. സോ നമ്മളത് കഴിച്ച് നേരെ പോത്തുണ്ടി ഡാമിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്കുള്ള വ്യൂസാണിത്. അങ്ങനെ നമ്മൾ തിരിച്ച് പോത്തുണ്ടി ഡാമിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. പുറത്തു നിന്നും നമുക്ക് ഡാമിൻ്റെ കുറച്ച് വ്യൂസൊക്കെ എടുക്കാനൊക്കെ പറ്റി. അങ്ങനെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രൻസ് എത്തി നമ്മൾ അകത്തോട്ട് കിടക്കാണ് കേട്ടോ. അവിടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പാർക്കും ഗാർഡനും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോത്തുണ്ടി ഡാമിൻ്റെ അകത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ കാണുന്നതെല്ലാം. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അത്രയും ഹൈറ്റുള്ളൊരു സ്ഥലമാണ്. നമ്മൾ വെയിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കയറുകയാണ് കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ നമ്മൾ കയറാൻ പോകുന്നത്. കണ്ടില്ലേ, നീ അങ്ങോട്ട് പോണോ വിമലേ? ആ ഏറ്റത്തേക്ക് ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഡാം കണ്ട് നമ്മൾ തിരിച്ചു വരാണ്. നല്ല വെയിലാട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ എറണാകുളത്തു നിന്നാണ് വന്നത്. എറണാകുളം ടു തൃശ്ശൂർ, പിന്നെ ഒറ്റപ്പാലം, പാലക്കാട്, പിന്നെയാണ് നമ്മൾ പോത്തുണ്ടി ഡാമിലേക്ക് വന്നത്. പിന്നെ നെല്ലിയാമ്പതിയൊക്കെ പോയി. ഞാൻ അതിൻ്റെ ക്ലിപ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ടൈമിലൊക്കെ വിസിറ്റ് ചെയ്ത് നല്ല വെയിലാണ്. ഇത്രയുള്ള ഗൈസ്. എൻ്റെ കൂടെയുള്ളവരെല്ലാം ഭയങ്കര ടയേർഡായിട്ട് തിരിച്ചു പോയിട്ടോ. ഹസ്ബൻഡും മദറിൻലോയും. എൻ്റെ ഒരു ഒറ്റ വാശിപ്പുറത്താണ് അവരെല്ലാം വന്നത്. മസ്റ്റ് വിസിറ്റ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എന്നാലും ഒരു ഈവനിങ് ടൈമിലൊക്കെ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പം നല്ല വെയിലായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ടയേർഡായി. എങ്ങനെയുണ്ടായി മുകളിൽ പോയിട്ട്? ഇഷ്ടമായാ? ഇത് വേണ്ടതാണ് ബോട്ടിങ്. ഡാമിനകത്ത് ബോട്ടിംഗ് ഇല്ലാത്തതിൻ്റെ വിഷമമായിരുന്നു കേട്ടോ അമ്മയ്ക്ക്. അതെല്ലാം കഴിഞ്ഞത് നമ്മൾ പുറത്ത് കടന്നു. അപ്പോഴാണ് ഈ 2 കുതിരക്കുട്ടന്മാരെ കണ്ടത്. 2 എണ്ണമല്ല, വേറെയും കുതിരകളുണ്ട്. എന്നാൽ പിന്നെ ഒരു കുതിര സവാരിയും കൂടെ ആവാമെന്ന് വിചാരിച്ചു. എന്തായാലും ഡാമിൻ്റെ മുകളിൽ പോയിട്ട് ടയേർഡായിട്ട് വരുമല്ലേ. സോ നമ്മളിതേ കുതിര സവാരിക്ക് വേണ്ടി പോവാണ്. അങ്ങനെ നമ്മളതേ കയറി സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. സെൽഫി എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോത്തുണ്ടി ഡാമിൻ്റെ അകത്ത് ഒരു സിപ്പ് ലൈൻ, അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുതിര സവാരിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോകുമ്പോഴാണ് എൻ്റെ കണ്ണിൽ ആ സംഭവം കണ്ടത്. എന്താണെന്നല്ല, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഉപ്പിലിട്ട ഐറ്റംസ് എന്ന് പറയുന്നത്. സോ പൈനാപ്പിൾ, നെല്ലിക്ക, മാങ്ങ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. സോ ഞാൻ പൈനാപ്പിളും മാങ്ങയാണ് കേട്ടോ വാങ്ങിയത്. എവിടെ പോയാലും ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്കായിരിക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു തട്ടുകട കണ്ടു. അവിടെ കയറി ഞങ്ങൾ പൊറോട്ടയും ബീഫും ചായയും കുടിച്ചു കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ യാത്രകൾ തുടരുകയാണ് ഗൈസ്. ഇനി നമ്മൾ പോകുന്നത് സീതാർകുണ്ട്, കൊല്ലങ്കോട് അങ്ങനത്തെ കുറച്ച് ഏരിയയിലോട്ടാണ് കേട്ടോ. നമ്മളിപ്പോ എവിടേക്കാ പോണേ? സീതാർകുണ്ട്, കൊല്ലങ്കോട്. നമ്മളിപ്പോ സീതാർകുണ്ട്. അമ്മ ആ സഹോദരിക്ക് വന്നില്ലേ പന്ത് കളിക്കാൻ? ശ്രീനാരായണ പബ്ലിക് ആ അതെ, നമ്മള് സഹോദരി ഞങ്ങൾ ഫുട്ബോൾ മാച്ചിന് വന്നിട്ട് ഇവിടെ. ഞാൻ സ്വാതിയിലാണ് പഠിച്ചത്, സ്വാതി സെൻട്രൽ സ്കൂൾ. ഇതാണ് അടിയമ്മന്റെ ചായക്കട. മനി, ഇതാണ് ചെല്ലപ്പൻ ചേട്ടന്റെ ചായക്കട. ഇവിടെ കാരണം നമുക്ക് ഇതാണ് ചെല്ലപ്പൻ ചേട്ടന്റെ ചായക്കട.
ശക്തി പൊക്കവടക്കട ഇതന്നെ കട. അങ്ങനെ റീൽസിൽ കണ്ട ഏതോ ഒരു ചെല്ലപ്പൻ ചേട്ടന്റെ ചായക്കടയ്ക്ക് വേണ്ടിയിട്ടുള്ള സംസാരത്തിലായിരുന്നു കേട്ടോ ഞങ്ങള്. ആക്ച്വലി അതൊന്നല്ല ആ ചായക്കട. അങ്ങനത്തെ നമ്മൾ കൊല്ലങ്കോട് സീതാർകുണ്ടിലൊക്കെ ഏകദേശം എടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. കണ്ടോ ആ വ്യൂ തന്നെ നോക്ക്, മരനിരകളുടെ ഇടയിലൂടെയുള്ള ആ നീരൊഴുക്കും എല്ലാം നല്ലൊരു വൈബ് തരുന്നുണ്ട് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ റോഡുമാണ്. റോഡ് അത്ര ബെറ്റർ പൊസിഷനിലല്ല, സോ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ചെങ്ങനെ വരും എന്നുള്ള കൺഫ്യൂഷനിലാണ് അങ്ങോട്ട് പോകുന്നത് തന്നെ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു കേട്ടോ. കാർ പാർക്ക് ചെയ്യാനും അവിടെ ഫീ ഉണ്ടായിരുന്നു, എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ കാർ പാർക്ക് ചെയ്തിട്ട് സീതാർകുണ്ടിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, കാരണം സീതാർകുണ്ടിൻ്റെ അവിടെ കാർ പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ കൊല്ലങ്കോടാണ് കാർ പാർക്ക് ചെയ്തിട്ട് സീതാർകുണ്ടിലേക്ക് നടക്കുന്നത് കേട്ടോ. അവിടേക്ക് അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട്. സീതാർകുണ്ടിലേക്കാണ് കേട്ടോ പോണത്. അതിൻ്റെ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ് കേട്ടോ. ഫൈനലി ഇതേ നമ്മൾ സീതാർകുണ്ട് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ എൻ്റർ ചെയ്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാനാണ് പോയത്. ഇവിടെ വെള്ളച്ചാട്ടം അതുപോലെ ഒരുപാട് കാണാനായിട്ട് ഒരുപാട് പ്ലേസ് ഉണ്ട്. പലരോടും ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് അവർ ആ സത്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പ്ലേസസ് ഉണ്ടല്ലോ, അതിലെല്ലാ പ്ലേസും ഓപ്പൺ അല്ല. ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള സ്പോട്ടുകളെല്ലാം ക്ലോസ്ഡ് ആണ്. സോ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അത് അവരുടെ ഒരു ട്രിക്കായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ പേയ്മെന്റ് ചെയ്തില്ല, അപ്പോഴത്തേക്ക് അറിഞ്ഞ കാരണം അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഒരു ഗേറ്റ് മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ബാക്കി എത്ര 12 ഗേറ്റാണ് അടച്ചിട്ടേക്ക്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിതൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ച് നമ്മളതേ കൊല്ലങ്കോട് എത്തിയിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് എൻ്റർ ചെയ്തു. അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്കിപ്പോൾ സോഷ്യൽ മീഡിയസിലായാലും എല്ലാത്തിലും കാണാൻ പറ്റുന്ന ആ ഗ്രാമഭംഗിയും ഫ്ലവേഴ്സും അതുപോലെ എന്താ പറയുക, നമ്മുടെ നാട്ടിൻപുറം എന്ന് പറയില്ല, പക്ക ഗ്രാമഭംഗി അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. നമ്മളിപ്പോൾ ഒരു ടൗൺ ഏരിയയിലൊക്കെ ജീവിച്ച് വളരുന്നവർക്ക് ഇവിടേക്ക് വരുമ്പോൾ ഒരു സ്വർഗം തന്നെയാണ് കേട്ടോ. കാരണം നോ പൊല്യൂഷൻ, നോ നോയിസ്, അതുപോലെ തന്നെ എന്താ പറയുക ഫ്രഷ് എയർ, ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്ലേസിൽ നമ്മൾ വന്നേ പറ്റും. അങ്ങനെ അവിടുത്തെ ഒരു ഏർമാടത്തേക്ക് കയറി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. പഴമകൾ സൂചിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അവർ ഈ നെൽപ്പാടത്തിനുള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റീൽസിന് വേണ്ടി കുറച്ച് വീഡിയോസും ഞാൻ എടുത്തു. തുടങ്ങിയ ചാനലാണ്, സപ്പോർട്ട് ചെയ്യുക. ഒരു വഴിയില്ലാത്തതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബ് ചാനലാണ് എന്നാണ് കേട്ടോ ഹസ്ബൻഡ് പറയുന്നത്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും ആൾ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ടാണ്. ഇനി കൊല്ലങ്കോടിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് ഡീറ്റെയിൽസും കൂടെ ഞാൻ പറയാം കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് കേരള തമിഴ്നാട് ബോർഡറിലാണ് കേട്ടോ. ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. അതുപോലെ തന്നെ ഗ്രാമഭംഗിയെ ആസ്വദിക്കുന്നതിന് പുറമെ ഒരുപാട് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട് കേട്ടോ. വീക്ക് ഡേയ്സിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, അല്ലാത്ത പക്ഷം ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമ്മൾ അവരുടെ പ്രൈവസിനെ മാനിക്കണമല്ലോ. കൊല്ലം തൂക്കം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ആചാരമാണ് കേട്ടോ. അതുപോലെ ഇവിടെ കാണാനായിട്ട് ഒരുപാട് പ്ലേസ് ഉണ്ട്, പക്ഷെ നമുക്ക് സമയപരിധി മൂലം നമ്മൾ എല്ലാ പ്ലേസും കവർ ചെയ്തിട്ടില്ല. കുന്നിന് മുകളിലെ വാമല ദണ്ഡപാണി ക്ഷേത്രം, ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം, ഇതൊക്കെ കൊല്ലങ്കോട് പോലെ തന്നെ മൂവീസിലൊക്കെ ഫേമസ് ആണ് കേട്ടോ. വിവാഹം നടക്കാത്തവര്, കുട്ടികളില്ലാത്തവര്, വീട് പണി നടക്കാത്തവര്, ഇവരൊക്കെ മെയിൻ ആയിട്ട് വരുന്ന ഒരു അമ്പലം കൂടിയാണ് പ്രകൃതി ക്ഷേത്രം കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് കൊല്ലങ്കോട് വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു ഫേമസ് ആയിട്ടുള്ള വീട് കണ്ടത്. ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുൻപിൽ. ആ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ മുത്തശ്ശിയുടെ കൊച്ചുമക്കളാണോ എന്നറിയില്ല, നാടൻ പയറൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഒരു വെജിറ്റേറിയനാണ്, അമ്മയ്ക്ക് ഈ നാടൻ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പയറൊക്കെ വാങ്ങി ആ കുട്ടികളോട് സംസാരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണ്, നമ്മൾ ട്രിപ്പ് പോകണ്ടേ എന്നൊക്കെ കേട്ടോ. അങ്ങനത്തെ നമ്മൾ കുതിരാനെത്തിരിക്കുകയാണ്. എല്ലാവർക്കും ചെറുതായിട്ട് വിശപ്പൊക്കെ വന്നു. അങ്ങനെ കൊട കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേയിൽ നമ്മൾ പോവാണ് കേട്ടോ. തൃശ്ശൂരാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞതിൻ്റെ വൈബൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെയാണ്. പക്ഷെ നമ്മൾ എത്തിയിരിക്കുന്ന ടൈമിൽ നല്ല മഴ ചെയ്തുകൊണ്ട് തന്നെ ഒരു റൂഫ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് അവിടെ ഇല്ല. ഒരു കൊടയ്ക്ക് കീഴിലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു കഫേ വൈബാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതേ നമ്മൾ നേരെ എറണാകുളത്തോട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറിയൊരു വീഡിയോ അല്ല, കുറച്ച് അത്യാവശ്യം പ്ലേസൊക്കെ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ.